മനുഷ്യ അധമനുള്ള ശിക്ഷ ഡിസംബർ 8 തീരുമാനിക്കും. നാടിനെ നടുക്കിയ നടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിൽ മനുഷ്യന്മാരിൽ മനുഷ്യ അധമനായ ദിലീപിനുള്ള ശിക്ഷ ഡിസംബർ 8 പ്രഖ്യാപിക്കും. അങ്കമാലി അത്താണിക്ക് സമീപമാണ് കാർ തടഞ്ഞ് നടിയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുകയും ലൈംഗിക വീഡിയോ പകർത്തുകയും ചെയ്തത്. ആ വിധിക്ക് കാതോർത്തിരിക്കുന്നു കേരളവും പൊളിറ്റിക്സ് കേരളയും. ഡിസംബർ 8 വിധി പ്രഖ്യാപനം. നടിയെ ആക്രമിച്ച കേസിൽ വിധി വരുന്നത് 8 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് ശേഷം. അതിജീവിതയും പ്രതികളിൽ ഒരാളായ ദിലീപും സിനിമാ മേഖലയിലുള്ളവർ എന്നത് കേസിൻ്റെ പ്രാധാന്യം കൂട്ടി. ലൈംഗിക കുറ്റകൃത്യത്തിന് കൊട്ടേഷൻ നൽകിയ കേസ് രാജ്യത്തിൻ്റെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. നടൻ ദിലീപ് ഈ കേസിൽ പ്രതിസ്ഥാനത്താണ്. തന്നെ കോടതി കുറ്റവിമുക്തനാക്കും എന്ന അഭിപ്രായമാണ്, എന്ന ആത്മവിശ്വാസത്തിലാണ് ദിലീപ് ഇപ്പോൾ. എന്തായാലും കോടതിയാണ് ഇനി തീരുമാനിക്കേണ്ടത്. കോടതി ദിലീപിന് ഇളവ് കൊടുക്കുമോ, ദിലീപിനെ വെറുതെ വിടുമോ, അതോ ദിലീപിനെ ശിക്ഷിക്കുമോ എന്നുള്ള ചർച്ചയിലാണ് കേരളം. തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുമ്പോൾ അതിലേക്കുള്ള ചർച്ചയും പുരോഗമിക്കുന്നു. അതിക്രൂരമായാണ് ദിലീപ് എന്ന മനുഷ്യാധമൻ നടിക്ക് കൊട്ടേഷൻ കൊടുത്തത്. നടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്തത് പൾസർ സുനി എന്ന കൊടും ക്രിമിനലിനാണ് കൊട്ടേഷൻ കൊടുത്തത്. അവൻ്റെ ദൗത്യം പൂർത്തിയാക്കി. ദിലീപ് പക്ഷേ പൾസർ സുനിക്ക് അവൻ ആവശ്യപ്പെട്ട പണം നൽകിയില്ല. പൾസർ സുനി ദിലീപിനെ ഒറ്റി. പിന്നീട് ഈ കേസിൽ വഴിത്തിരിവായത് ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലാണ്. ബാലചന്ദ്രകുമാർ എല്ലാം തുറന്നു പറഞ്ഞു. മരിക്കുന്നതിന് മുമ്പ് ബാലചന്ദ്രകുമാർ പറഞ്ഞു, അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ കൊല്ലാൻ ദിലീപ് തീരുമാനിച്ചിരുന്ന കാര്യം. അതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ബാലചന്ദ്രകുമാർ കൈമാറി. അതാണ് കേസിലെ ടേണിംഗ് പോയിൻ്റായി മാറിയത്. ബാലചന്ദ്രകുമാർ പൊളിറ്റിക്സ് കേരളയുടെ സുഹൃത്താണ്. ബാലചന്ദ്രകുമാർ പൊളിറ്റിക്സ് കേരളയോട് എന്നോട് വ്യക്തിപരമായ ഒരു ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത്, ഈ കേസിൻ്റെ വിധി വരും വരെ മാത്രം ജീവിച്ചിരിക്കണം എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അദ്ദേഹത്തിന് വൃക്കരോഗമായിരുന്നു. സാമ്പത്തിക പരാധീനത അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വേട്ടയാടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സത്യത്തിന് വേണ്ടി നിലകൊണ്ടു. സത്യത്തിന് വേണ്ടി നിലകൊണ്ട ബാലചന്ദ്രകുമാറിന് വല്ലാത്തൊരു പീഡനമാണ് ദിലീപിൻ്റെ അഭിഭാഷകർ നൽകിയത്. വിധി വരുമ്പോൾ ബാലചന്ദ്രകുമാറില്ല. അത് വലിയൊരു ദുഃഖകരമായ ഒരവസ്ഥയാണ്. പൊളിറ്റിക്സ് കേരളയുടെ സുഹൃത്തായ പൊളിറ്റിക്സ് കേരളയുടെ വെൽവിഷറായ ബാലചന്ദ്രകുമാർ ഈ വിധി വരുമ്പോൾ ഇല്ല. ഈ കേസിൽ ദിലീപ് 8ാം പ്രതിയാണ്. ഈ കേസിൻ്റെ നാൾ വഴികൾ ഇങ്ങനെയാണ്. 2017 ഫെബ്രുവരി 17 ഷൂട്ടിങ്ങിന് ശേഷം രാത്രി തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടു. രക്ഷപ്പെട്ട് ആ പാവം നടി സംവിധായകനും നടനുമായ ലാലിൻ്റെ വീട്ടിലെത്തി. ഇതോടെ സംഭവം പുറം ലോകം അറിഞ്ഞു. ഫെബ്രുവരി 18 പ്രതി മാർട്ടിൻ അറസ്റ്റിൽ. തട്ടിക്കൊണ്ടുപോയ വാഹനം ഓടിച്ചത് മാർട്ടിൻ എന്ന ഗുണ്ടയായിരുന്നു. അയാൾ ദിലീപിൻ്റെ വലങ്കൈകളിൽ ഒരാളായിരുന്നു. ഫെബ്രുവരി 19 മുഖ്യപ്രതി പൾസർ സുനിയെ രക്ഷപ്പെടാൻ സഹായിച്ച വടിവാൾ സലീം, പ്രദീപ് എന്നിവർ അറസ്റ്റിൽ. ഫെബ്രുവരി 20 കേസുമായി ബന്ധമുള്ള തമ്മനം സ്വദേശിയും ഗുണ്ടയുമായ മണികണ്ഠൻ അറസ്റ്റിൽ. ഫെബ്രുവരി 23 കോടതിയിൽ കീഴടങ്ങാനെത്തിയ മുഖ്യപ്രതി പൾസർ സുനിയെയും കൂട്ടാളി ബിജീഷിനെയും അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 24
50 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ പ്രകാരമാണ് നടിയെ തട്ടിക്കൊണ്ടുപോയതെന്ന് പൾസർ സുനിയുടെ മൊഴി. പ്രതികൾ റിമാൻഡിലായി. ഫെബ്രുവരി 25 പ്രതികളെ നടി തിരിച്ചറിഞ്ഞു. ജൂൺ 24 കേസിൽ നടൻ ദിലീപിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള വ്യക്തമായ നിർണായകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ജൂൺ 28 ദിലീപിനെയും സംവിധായകൻ നാദിർ ഷായെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ജൂൺ 10 ദിലീപ് അറസ്റ്റിൽ. ജൂൺ 11 ദിലീപിനെ താരസംഘടനയായ അമ്മ പുറത്താക്കി. ജൂലൈ 12 ദിലീപ് 2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ. ജൂലൈ 15 ദിലീപിൻ്റെ ജാമ്യാപേക്ഷ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി തള്ളി. ജൂലൈ 24 ജാമ്യം തേടി ദിലീപ് ഹൈക്കോടതിയിൽ. ജൂലൈ 25 ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളി. ജൂലൈ 28 ദിലീപിൻ്റെ ഡ്രൈവർ അപ്പുണ്ണി ചോദ്യം ചെയ്യലിന് ഹാജരായി. ആഗസ്റ്റ് 10 ദിലീപ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ആഗസ്റ്റ് 29 ആ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സെപ്റ്റംബർ 14 വീണ്ടും ജാമ്യം തേടി ദിലീപ് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ. സെപ്റ്റംബർ 18 ജാമ്യാപേക്ഷ തള്ളി. ഒക്ടോബർ 3 85 ദിവസത്തിന് ശേഷം ഹൈക്കോടതി ദിലീപിന് ജാമ്യം നൽകി. 2018 മാർച്ച് 8 വിചാരണ തുടങ്ങി. 2019 നവംബർ 29 നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിൻ്റെ പകർപ്പ് ദിലീപിന് കൈമാറാനാകില്ലെന്ന് സുപ്രീം കോടതി. 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാൻ നിർദ്ദേശം. 2021 ഡിസംബർ 25 നടൻ ദിലീപിൻ്റെ ആലുവയിലെ വീടായ പത്മസരോവരത്തിൽ 2017 നവംബർ 15 ഉദ്യോഗസ്ഥരെ, അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ, ബൈജു പൗലോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുന്നതിന് ഗൂഢാലോചന നടന്നതായി സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ. 2022 ജനുവരി 2 ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്നുള്ള തുടരന്വേഷണത്തെ എതിർത്ത് ദിലീപ് DGPക്ക് പരാതി നൽകി. ജനുവരി 4 തുടരന്വേഷണത്തിന് അനുമതി. ജനുവരി 9 അന്വേഷണ സംഘത്തിനെതിരായ ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. ജനുവരി 12 JFMC കോടതി ബാലചന്ദ്രകുമാറിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ജനുവരി 19 തുടരന്വേഷണത്തിൻ്റെ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ. ജനുവരി 23 അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ ദിലീപിനെ നീണ്ടുനിന്ന 33 മണിക്കൂർ ചോദ്യം ചെയ്തു അന്വേഷണ സംഘം. മാർച്ച് 8 തുടരന്വേഷണം റദ്ദാക്കണമെന്ന ദിലീപിൻ്റെ ഹർജി ഹൈക്കോടതി തള്ളി. മാർച്ച് 17 വധഗൂഢാലോചന കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. മാർച്ച് 28 ദിലീപിനെയും കൂട്ടുപ്രതികളെയും ബാലേന്ദ്രകുമാറിൻ്റെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തു. ഏപ്രിൽ 9 അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സൈബർ വിദഗ്ധനും തൃപ്പൂണിത്തുറ സ്വദേശിയുമായ സായ് ശങ്കർ അറസ്റ്റിൽ. തെളിവുകളിൽ കൃത്രിമം കാണിച്ചതിനും ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിച്ചതിനും അറസ്റ്റ്. മെയ് 9 ദിലീപിൻ്റെ ഭാര്യ കാവ്യ മാധവനെ ചോദ്യം ചെയ്തു. മെയ് 16 അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലെ 6ാം പ്രതിയും ദിലീപിൻ്റെ സുഹൃത്തും വ്യവസായിയുമായ ശരത്ത് അറസ്റ്റിൽ. നടൻ ദിലീപിൻ്റെ സുഹൃത്ത് അറസ്റ്റിലായതോടെ ദിലീപ് ആപ്പിലായി. ജൂലൈ 7 നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ പരിശോധനയ്ക്ക് അയച്ചു. 2018 ജനുവരി 9, 2018 ഡിസംബർ,
2021 ജൂലൈ 19 എന്നീ ദിവസങ്ങളിൽ ഈ മെമ്മറി കാർഡ് തുറന്നതായി കണ്ടെത്തി. 2024 സെപ്റ്റംബർ 17 പൾസർ സുനിക്ക് ജാമ്യം. 5 പൈസയ്ക്ക് ഗതിയില്ലാത്ത പൾസർ സുനി സുപ്രീം കോടതിയിൽ പോയി ജാമ്യമെടുത്തത് എങ്ങനെ? ചോദ്യം അവശേഷിക്കുന്നു. ഡിസംബർ 11 കേസിൽ അന്തിമ വാദം. 2025 ഏപ്രിൽ 9 പ്രതിഭാഗത്തിൻ്റെ വാദം പൂർത്തിയായി. ഇനി ദിലീപിന് ഉള്ളത് ഇരുമ്പഴിയുടെ ദിവസങ്ങൾ. കേസിലെ 8ാം പ്രതിയായ ദിലീപ് രക്ഷപ്പെട്ടാൽ അത് വലിയൊരു അപകടമാകും സമൂഹത്തിന് നൽകുക. ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ദിലീപിന് അപശകുനമായ ദിവസമാണ് ജൂലൈ 10. അന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. ഇപ്പോൾ വീണ്ടും വിധി പ്രഖ്യാപിക്കുന്ന ദിവസം വന്നിരിക്കുന്നു. ഡിസംബർ 8 കേരളത്തിന് നിർണായകം.